കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, റിലയൻസ് ജിയോയുടെ ഫ്രീ ഓഫറുകളെല്ലാം ഏപ്രിൽ 15 കൂടി അവസാനിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഏപ്രിൽ 15 ശേഷവും പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാവുകയോ ഏതെങ്കിലും റിലയൻസ് ജിയോയുടെ പ്ലാനുകൾ ആക്ടിവേറ്റ് ചെയ്യുകയോ ചെയ്യാത്തവർക്കും ഫ്രീ ഓഫറുകൾ തുടർന്ന് ലഭിക്കുന്നുണ്ട്. ഇന്ന് ഏപ്രിൽ 16 ഇന്നും പലർക്കും റിലയൻസ് ജിയോയുടെ ഫ്രീ ഓഫറുകൾ ലഭിക്കുന്നുണ്ട്. പ്രൈം മെമ്പർഷിപ്പിൽ അംഗമല്ല, ഒരു ഓഫറും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, എന്നാലും ഫ്രീ ഓഫർ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ലഭിക്കുന്നുണ്ട്. പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്, അവർ റീചാർജ് ചെയ്ത് വെറുതെ ആയില്ലേ? റീചാർജ് ചെയ്യാതെ തന്നെ പലർക്കും ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഓഫർ തുടർന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ റീചാർജ് ചെയ്ത് വെറുതെ ആയിട്ട് പലരും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്. ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഓഫർ തുടർന്ന് ലഭിക്കാൻ കാരണം എന്തുകൊണ്ടാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ മൈ ജിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ കാണാം, മൈ ജിയോ ആപ്ലിക്കേഷനിൽ 1 GB പെർ ഡേ ആണ് ഇപ്പോൾ എനിക്ക് ഇവിടെ ലഭിക്കുന്നത്. 689 MB ബാലൻസ് ഉണ്ട്. ഇതിന്റെ ഹാപ്പി ന്യൂ ഇയർ ഓഫർ ആണ്, അതായത് ഞാൻ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ആ ഓഫറാണ് 1 GB പെർ ഡേ. എന്നാലും മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ 499 രൂപയുടെ ആക്ടിവേറ്റ് ചെയ്തിരുന്നു. ആ ഓഫർ അതിന് തൊട്ട് താഴെയായിട്ട് കാണാൻ സാധിക്കും. നോക്കുക, നമ്മൾ റീചാർജ് ചെയ്ത സമ്മർ സർപ്രൈസിന് വേണ്ടി റീചാർജ് ചെയ്ത് ഓൾറെഡി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. എന്നാൽ ഹാപ്പി ന്യൂ ഇയർ ഓഫർ ഇതുവരെ എൻഡ് ആയിട്ടില്ല. അതൊരു പക്ഷേ ഇന്നോ നാളെയോട് കൂടി ഹാപ്പി ന്യൂ ഇയർ ഓഫർ ആർക്കെങ്കിലും തുടർന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിൽക്കും. അതിനുശേഷം നമ്മളുടെ ഈ 2 GB പെർ ഡേ, അതായത് നമ്മൾ ഏത് പ്ലാൻ ആണോ ചെയ്തത് ആ പ്ലാൻ സ്റ്റാർട്ട് ആവും. അപ്പോൾ ഞാൻ ഈ 1 GB കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 GB വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ടോട്ടൽ 3 GB പെർ ഡേ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എത്ര ദിവസത്തേക്ക് ലഭിക്കുമെന്ന് അറിയത്തില്ല. കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡേറ്റാബേസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഇന്ന് രാത്രിയോട് കൂടി അല്ലെങ്കിൽ നാളത്തോടു കൂടി ഹാപ്പി ന്യൂ ഇയർ ഓഫർ ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയാൻ സാധിക്കത്തില്ല എപ്പോഴിത് സ്റ്റോപ്പ് ആവുന്നത്. ഇനി ഞാൻ ഇവിടെ മൈ പ്ലാൻസ് എന്നുള്ളതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ റീചാർജ് ചെയ്തിരിക്കുന്നത് 499 റീചാർജ് ആണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് 2 GB പെർ ഡേ ലഭിക്കും സമ്മർ സർപ്രൈസ് ഓഫറിൽ. ഇപ്പോൾ ഓൾറെഡി സമ്മർ സർപ്രൈസ് ഓഫർ ആക്ടിവേറ്റ് ആയി. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സമ്മർ സർപ്രൈസ് ഓഫറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കത്തില്ല. എന്നാൽ സമ്മർ സർപ്രൈസ് ഓഫർ ഇപ്പോൾ ആക്ടിവേറ്റ് ആണ് എല്ലാവരുടെയും ഫോണിൽ. നിങ്ങൾ ഓൾറെഡി പ്രൈം മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലും ഇത് ആക്ടിവേറ്റ് ആണ്. എന്നാൽ ഇപ്പോൾ ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹാപ്പി ന്യൂ ഇയർ ഓഫർ തുടർന്ന് ലഭിക്കുന്നത് ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 ഡേയ്സിനുള്ളിൽ അത് എൻഡ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ധൻ ഓഫറൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തുടർന്നും ഫ്രീ ഡേറ്റ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓഫറുകൾ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഈ കാര്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇത് തുടർന്ന് ലഭിക്കുന്നു. അതായത് പ്രൈം മെമ്പർഷിപ്പിൽ പോലും അംഗമാകാത്തവർക്ക് ഈ ഫ്രീ ഓഫർ കണ്ടിന്യൂ തുടർന്ന് ലഭിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ലഭിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ ചെയ്ത റീചാർജ് വെറുതെ ആയില്ലേ? അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. പ്രൈം മെമ്പർഷിപ്പിൽ അംഗമാകാത്തവർക്ക് ഒരു കാരണവശാലും മുമ്പോട്ട് ഈ ഓഫർ ലഭിക്കത്തില്ല. കൂടി വന്നു കഴിഞ്ഞാൽ 2 ഡേയ്സ്, ഞാൻ പറഞ്ഞതുപോലെ 2 ഡേയ്സ് ലഭിക്കും. അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എൻഡ് ആവും. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.